ഹായ്, ഞാൻ ഇന്ന് പറയാൻ പോണത് സി എ എക്സാം ക്രാക്ക് ചെയ്യാനുള്ളൊരു ടിപ്പാണ്. അതായത് ടിപ്പാണ്, ഒരു ഹിൻ്റാണ്, ഒരു ഗൈഡൻസാണ്. ഓക്കെ, നമുക്ക് സി എ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഒരു വർഷത്തിൽ 2 തവണയാണ്. ഒന്ന് മെയ്യിൽ, ഒന്ന് നവംബറിൽ. ഓക്കെ, ഈ എക്സാം രണ്ടിനും 2 പ്രത്യേകതയുണ്ട്. ഒന്ന് നടക്കുന്നത് ഒരു ഈസിയസ്റ്റ് ടൈമിലും, ഒന്ന് മറ്റേ ഹാർഡസ്റ്റ് ടൈമിലാണ്. കാരണം ഈ സി എ പ്രൊഫഷൻ്റെ ഒരു രീതി അനുസരിച്ച് ഈ ജൂൺ ടു ഡിസംബർ വരെ അതിൻ്റെ ഒരു പീക്ക് ടൈമാണ്. ആ പീക്ക് ടൈമിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ഇവരിതിൽ ഇൻവോൾവഡ് ആയിരിക്കും. ഈ പീക്ക് ടൈമിൽ ഇൻവോൾവഡ് ആയിരിക്കും. മെയ്യിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് വലിയ പണിയൊന്നുമില്ല. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർക്ക് ഒരുപാട് ഫ്രീ ടൈം ആയിരിക്കും. അപ്പോൾ അവർ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. നവംബറിലേക്ക് വരുമ്പോൾ ഈസി ടൈമല്ല, പണിയെടുത്ത് മറിക്കണ ടൈമായിരിക്കും. അപ്പോൾ പ്രിപ്പറേഷൻ തരുത്തല്ല. ഇപ്പോൾ മെജോറിറ്റി സിറ്റുവേഷനിലും എന്താ നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 100 പേര് എക്സാം ഇതിന് പോകുകയെന്നുണ്ടെങ്കിൽ 100 പേര് ഇപ്പോൾ മെയ് എക്സാമിന് 100 പേര് എഴുതാൻ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ 100 പേരും ഏറ്റവും നല്ല പ്രിപ്പറേഷൻ ചെയ്യും. കാരണം അവർക്ക് അപ്പോൾ ഫ്രീ ടൈമാണ്. കാരണം ഒരു ജനുവരി ആ സമയം കഴിഞ്ഞ് മെയ് വരെ പറയുന്നത് അവർക്ക് അധികം പീക്ക് ടൈമല്ല, ഫ്രീ ടൈം, ഒരുപാട് ലീവുകൾ കിട്ടും, ഒരുപാട് കിട്ടും. എന്നാൽ നവംബർ എക്സാമിന് പോകുന്ന സമയത്ത് അങ്ങനെ ഒരു ടൈമേ ഇല്ല. കാരണം അവർക്ക് പഠിക്കാനുള്ള സമയം കിട്ടില്ല, വർക്ക് പ്രഷർ ഉണ്ടാവും, ചിലപ്പോൾ സ്റ്റഡി ലീവ് കിട്ടില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അപ്പം എഴുതാൻ പോകുന്ന 100 വ്യക്തികളിൽ ചിലപ്പോൾ 10-30 പേര് പ്രോപ്പറായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ മെജോറിറ്റി സിറ്റുവേഷനിലും നമുക്ക് നവംബർ അറ്റംപ്റ്റിലാണ് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ്. കാരണം എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റിനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുക. കാരണം ഒരുപാട് ടൈമിലൂടെ പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതാൻ പോകുക. അപ്പോൾ മെയ്യിലാണ് നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളോട് കോമ്പറ്റ് ചെയ്യണ മറ്റുള്ള വ്യക്തികളും ഈക്വലി കോമ്പറ്റീറ്റീവായി നിൽക്കുന്ന ടൈമാണത്. കാരണം അവർക്കത് പ്രിപ്പയർ ചെയ്യാനുള്ള സ്പേസ് കിട്ടേണ്ട ഈസിയസ്റ്റ് ടൈം. അന്ന് നവംബറിലേക്ക് വരുമ്പോൾ നമ്മളോട് കോമ്പറ്റ് ചെയ്യുന്ന വ്യക്തികളൊന്നും അത്ര കോമ്പറ്റീറ്റീവ് ആയിരിക്കില്ല. കാരണം അവർക്ക് പല ഔട്ട്സൈഡ്, കാരണം എക്സാം എഴുതണമെങ്കിൽ നമുക്കൊരു കണക്കടങ്ങുന്ന ഒരു 50% പീപ്പിൾസ് എങ്കിലും സ്റ്റുഡൻസ് ആയിരിക്കും. അതായത് ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി അവർക്ക് നവംബർ എക്സാമിന് എത്ര ലീവ് കിട്ടും? വളരെ കുറച്ച്. കാരണം ഓൾമോസ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞിട്ടൊക്കെ ലീവ് പോകാൻ സാധ്യതയുള്ളൂ. അതിന് ശേഷമാണ് സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ, ഒരു മാസത്തെ ലീവ് അവർക്ക് കിട്ടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കോമ്പറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വളരെ ലെസ്സർ എമൗണ്ട് ഓഫ് പ്രിപ്പറേഷൻ ചെയ്താൽ പറ്റുന്നുണ്ടല്ലോ. അതുമാത്രമല്ല, ആ ഒരു നവംബർ അറ്റംപ്റ്റിന് മുമ്പത്തുള്ള കുറച്ച് സമയത്തിന് മുമ്പത്തെ ടൈം പറഞ്ഞാൽ അവർക്ക് മെൻ്റലി ഭയങ്കര ഡൗൺ ആക്കുന്ന ഒരു ടൈമായിരിക്കും. അങ്ങനെ വർക്ക് പ്രഷർ ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അവർ യാതൊരുവിധ പ്രിപ്പറേഷൻ പ്രോപ്പറായി ഓടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നവംബർ എക്സാമിന് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ഓട്ടോമാറ്റിക്കലി കുറച്ച് വീക്കറായിരിക്കും. ആ സമയത്ത് നമ്മൾ നമ്മുടെ ബെസ്റ്റ് അറ്റംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ക്ലിയർ ചെയ്ത് കയറും. എന്നാൽ അതേ അറ്റംപ്റ്റ് നമ്മൾ മെയിൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അതേ ലെവലിൽ കോമ്പറ്റ് ചെയ്യണ മറ്റ് സ്റ്റുഡൻസ് ഉണ്ടാവും. ആ സമയത്ത് നമ്മുടെ ചാൻസ് ഭയങ്കര റെഡ്യൂസ് ആവും. നവംബറിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ ലെവല് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. കാരണം ഞാൻ ക്ലിയർ ചെയ്തിട്ടുള്ളത് നവംബറിലാണ്. എല്ലാ എക്സാം ക്ലിയർ ചെയ്ത് നവംബറിലാണ്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ മെയിൽ കൊടുത്തതിൻ്റെ സർട്ടൻ താഴെയാണ് ഞാൻ നവംബറിൽ കൊടുത്തിട്ടില്ലെങ്കിലും ഇങ്ങനൊരു അഡ്വാൻറ്റേജാണ് എനിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ 3 അറ്റംപ്റ്റായിട്ട് എക്സാം ക്ലിയർ ചെയ്തതും 3 നവംബറിലാണ് ക്ലിയർ ചെയ്തത്. അപ്പോൾ നവംബറിൽ ഓട്ടോമാറ്റിക്കായി എന്നോട് കോമ്പീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ വീക്കായിട്ടുണ്ടാവാം എന്നതുകൊണ്ടാണ് ഞാൻ പാസ്സായത് എന്നാണ് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതാൻ പോകുന്ന സമയത്ത് നവംബർ അറ്റംപ്റ്റ് ചൂസ് ചെയ്യുക. ഒരു നവംബർ അറ്റംപ്റ്റ് ഓൾമോസ്റ്റ് ഒരു മെയ് തൊട്ടിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, നവംബറിന് പോവുക. കാരണം നവംബറിൽ നിങ്ങളോട് കോമ്പറ്റ് ചെയ്യുന്ന വ്യക്തികൾ കുറച്ച് വീക്കറായിരിക്കും. ഒട്ടും ഇതായിരിക്കും എന്നല്ല, കുറച്ച് വീക്കർ കമ്പയർ ടു മെയ് എക്സാം കുറച്ച് വീക്കറായിരിക്കും.